സെർച്ച് ബാറിൽ വേർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ ഫസ്റ്റ് വരുന്ന ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ ഹോമിൽ നമുക്ക് സൈസൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ലെറ്റേഴ്സിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ സൈസ് മാറ്റിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുക. വേർഡിൽ നമ്മൾ ഒരു പാരഗ്രാഫ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഞാനൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് പാരഗ്രാഫ്. അതിൽ എൻ്റെ പേര്, ഞാൻ എവിടെ നിന്നാണ്, ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാരഗ്രാഫ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റൊക്കെ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റ് നമ്മൾ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഹോം ടാബിൽ പോയിട്ട് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ സൈസ് മാറ്റാനാണെങ്കിൽ സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അലൈൻമെൻറ്റ് മാറ്റി സെൻറ്ററിലോട്ടോ റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഡിഫറെൻറ്റ് ഫോൺസ് ലൈക്ക് നമുക്ക് എല്ലാത്തിനും പല പല സ്റ്റൈൽ ഉണ്ടാവുമല്ലോ എഴുതാൻ. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ കുറേ സ്റ്റൈലുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ആ ടെക്സ്റ്റിന് ഇപ്പോൾ ബ്ലാക്ക് കളർ ഉള്ളത് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സ് കുറേ ഓപ്ഷൻസ് ഉണ്ട് കളർ സെലക്ട് ചെയ്യാൻ. ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അഥവാ നമുക്ക് ആ കളർ ഇഷ്ടപ്പെട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം കളർ. ഞാനിവിടെ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ടെക്സ്റ്റ് ആ ഹെഡിങ്ങിന് നമുക്കൊരു സ്റ്റൈൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ അതാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇറ്റാലിക്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആ ഹോമിൽ തന്നെയാണ് ചെയ്യാൻ പറ്റുക. നമുക്കിപ്പോൾ ഒരു പാരഗ്രാഫ് ഫുള്ളായിട്ട് അല്ലാണ്ടും ടെക്സ്റ്റ് മാത്രം ഒരു വേർഡ് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ബോൾഡാക്കി കൊടുക്കാൻ പറ്റും. സെയിം ഓപ്ഷൻസ് തന്നെ യൂസ് ചെയ്യാനുള്ളത്. എന്നിട്ട് ആ ബോൾഡ് ഹോമിൽ പോയിട്ട് ബോൾഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ബോൾഡ് ആവും. നമ്മൾ നേരത്തെ ടെക്സ്റ്റിന് കളർ കൊടുത്ത പോലെ തന്നെ ആ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മൈസെൽഫ് എന്ന് പറഞ്ഞ ടെക്സ്റ്റിന് ഇപ്പോൾ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകെ വരുന്ന ടെക്സ്റ്റിന് കളർ മാറ്റാനായിട്ട് അത് സെലക്ട് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റിൻ്റെ കളർ കൊടുക്കാൻ അവിടെ ഹോമിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പം ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കളർ ഇതിപ്പോൾ കാണാൻ പറ്റും. അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് മാറിയിട്ട് ഒരു ഗ്രേ കളർ വന്നത്. ഞാൻ ഇനിയിപ്പോൾ അത് താഴത്തെ പാരഗ്രാഫിന് കളർ കൊടുക്കാൻ പോവുക. അപ്പോൾ ആ പാരഗ്രാഫ് നമ്മൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. വേണ്ട അത്രയും നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഹോമിൽ തന്നെ കളർ ചേഞ്ച് ഓപ്ഷനിൽ പോയിട്ട് ഞാനിപ്പോൾ റെഡ് കളർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ആ ടെക്സ്റ്റ് മുഴുവനും റെഡ് കളറായിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാം റെഡായിട്ടുണ്ട്. നമുക്ക് ആ പേരും ആ യുവിക എന്നുള്ള വേർഡ് മാത്രം ഹൈലൈറ്റ് ആയിട്ട് കാണും. വേറെ കളറാക്കാൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ചില സമയത്ത് ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ റൈറ്റ് സൈഡിൽ അതിൻ്റെ പൊക്കത്തായിട്ട് ഇങ്ങനെ ആ വിൻഡോ വരും, ഹോം വിൻഡോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഋതു എന്നുള്ളതും യുവിക എന്നുള്ളതും ഇപ്പോൾ വേറെ കളറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ വേർഡ് ഡോക്യുമെൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് ഷേപ്സ് ഒക്കെ ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് ആഡ് ചെയ്യാനാണെങ്കിൽ ഹോമിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അവിടെ നമുക്ക് പിക്ചേഴ്സ്, ഷേപ്സ്, ടേബിൾസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ പിക്ചേഴ്സിനുള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് ദിസ് സിസ്റ്റം അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെ എടുക്കാം. ദിസ് സിസ്റ്റത്തിൽ പോയിട്ട് ഡൗൺലോഡ്സ്, അപ്പോൾ ഒരു വിൻഡോ വരും. അതിൽ ഡൗൺലോഡ്സ് പിക്ചേഴ്സിലോ നമ്മൾ എവിടെയാണോ ഒരു പിക്ചർ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ആ പിക്ചർ നമുക്ക് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ആ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ അവിടെ വരുന്നതാണ്. അങ്ങനെ ഇൻസേർട്ട് ചെയ്ത പിക്ചറിന് നമുക്ക് സൈസൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റും. ആ പിക്ചർ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സൈഡിലൊരു ഡോട്ട്സ് വരുന്നുണ്ട്. ആ ഡോട്ട്സ് പിടിച്ച് ഡ്രാഗ് ചെയ്താലോ ഇങ്ങനെ ഡ്രാഗ് ചെയ്താലോ അതിൻ്റെ സൈസൊക്കെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സൈസിലോട്ട് ആ പിക്ചർ അറേഞ്ച് ചെയ്യാം. ആ റൊട്ടേറ്റ് ഇങ്ങനെ ഒരു ആരോ പോലത്തെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിട്ട് നമുക്ക് ആ പിക്ചർ നമുക്ക് ഏത് രീതിയിലാണോ വരേണ്ടത് അങ്ങനെയൊക്കെ ആക്കി വെക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ പിക്ചർ അലൈൻ ചെയ്യാം. ആ പിക്ചറിൻ്റെ ടെക്സ്റ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പൊക്കെ മാറ്റാനും സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യാനും ഒക്കെ നമുക്ക് ആ കേഴ്സർ നമ്മൾ ആ പിക്ചറിൻ്റെ ഫ്രണ്ടിലോ സൈഡിലോ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവച്ചിട്ട് സ്പേസ് ബാർ അടിക്കുക, എൻറ്റർ അടിക്കുകയൊക്കെ ചെയ്താൽ നമുക്കവിടെ അത് മാറുന്ന കാണാൻ പറ്റും. ഇനി സേവ് ചെയ്യാൻ നമ്മൾ ഹോമിൻ്റെ അടുത്ത് തന്നെ ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ നമ്മൾ സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്നാണ് സെലക്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വേറൊരു വിൻഡോ വരും. അതിൽ നമ്മൾ ഫയൽ നെയിം കൊടുത്ത് സേവ് കൊടുത്താൽ അത് ഓൾറെഡി തനിയെ സേവ് ആയിക്കോളും. ഇങ്ങനെ ഒരു വിൻഡോ വരുവാണെങ്കിൽ ഓക്കെ എന്ന് കൊടുക്കുക.
ഓക്കെ എന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയ്തത് PDF ആയിട്ട് അവിടെ സേവ് ആയിട്ടുണ്ടാവും, ഡോക്യുമെൻ്റ് ആയിട്ട്, വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ ഓൾറെഡി സേവ് ആയിട്ടുണ്ടാവും. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് ഡെസ്ക്ടോപ്പിലായിരിക്കും സേവ് ആയിരിക്കുക. അത് നമുക്കപ്പോൾ പോയി നോക്കാം. ഡെസ്ക്ടോപ്പ് നോക്കുമ്പോൾ ഇത് അവിടെ നമ്മൾ സേവ് ചെയ്ത സാധനം അവിടെ ആയിട്ടുണ്ടാവും.